എൻ്റെ നല്ലവരായ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂവ്മെൻറ്റ്സ് അലോങ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചോദന വക്രത്തിൻ്റെ വ്യതിയാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വ്യതിയാനം സംഭവിക്കുന്നത്, ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ സ്ഥാനമാറ്റം എന്ന് പറയുന്നതാണ്. ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്? അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഡിമാൻഡ് കർവ് ചേഞ്ച് ചെയ്യുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. രണ്ട് ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ് കർവിന്റെ ചേഞ്ചിനെ സ്വാധീനിക്കുന്നത് അല്ലെ. ഡിമാൻഡ് കർവിന്റെ ചേഞ്ചിനെ സ്വാധീനിക്കുന്നത് രണ്ട് ഘടകങ്ങളാണെന്ന് കണ്ടു. ഒന്നാമത്തെ ഘടകം നമ്മൾ കണ്ടു എന്താണ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. രണ്ടാമത്തെ ടോപ്പിക് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം. ഡിമാൻഡ് കർവിന്റെ എന്താണ് സ്ഥാനമാറ്റം. ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം ശ്രദ്ധിക്കാൻ ഞാൻ എഴുതി തരാം, ആദ്യം ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ എന്തായിരുന്നു ഷിഫ്റ്റ് മൂവ്മെന്റ് അലോങ് ഡിമാൻഡ് കർവ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച്, വില മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് കർവിലുണ്ടാകുന്ന മാറ്റമായിരുന്നു എന്ത്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് അലോങ് ദ ഡിമാൻഡ് കർവ്. വിലയല്ലാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വിലയല്ലാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം, ഈ ഘടകങ്ങൾ മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ക്ലിയർ ആയോ? വിലയല്ലാത്ത ഒരുപാട് ഘടകങ്ങളിലെ ഇൻകം, ടേസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിന്റെ വിതരണം, പലിശ നിരക്ക്, ക്ലൈമറ്റ്, ജനസംഖ്യ, ബിസിനസ് കോൺഫിഡൻസ്, എക്സ്പെക്ടേഷൻ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലൈമറ്റ്, ഈ ഘടകങ്ങൾ മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ത്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പൊ എന്താ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്? ചേഞ്ചസ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഇതിന്റെ ഫലമായിട്ട് ഡ്യൂ ടു ചേഞ്ചസ് ദ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡ് വക്രത്തിലുണ്ടാകുന്ന മാറ്റമാണത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എന്താണ്? വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട്, വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏത്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ക്ലിയർ ആയില്ലേ? വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്നതാണ് ചേഞ്ചസ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഇതിന്റെ ഫലമായിട്ടാണ് ചേഞ്ചസ് ദ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് അല്ലെ. വില ഇതര ഘടകങ്ങൾ, വിലയല്ലാത്ത മറ്റു ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ക്ലിയർ ആയല്ലോ? അത് രണ്ട് തരം ഷിഫ്റ്റ് ഉണ്ട്. അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ട്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ട്. മുകളിലേക്കുള്ള സ്ഥാനമാറ്റമുണ്ട്, താഴേക്കുള്ള സ്ഥാനമാറ്റമുണ്ട്. അപ്വേർഡ് ഷിഫ്റ്റിന് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും ഇതിനെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയും. എന്താണ്? ഇത് ഡിമാൻഡിലെ വർധനവെന്നും ഇത് ഡിമാൻഡിലെ കുറവെന്നും പറയും. ഇപ്പൊ ഇതൊക്കെ കണ്ടു. വില ഇതര ഘടകങ്ങൾ, വിലയല്ലാത്ത ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ത്, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്ഥാനമാറ്റം എന്നും താഴോട്ടുള്ള സ്ഥാനമാറ്റം എന്നും അല്ലെ. അപ്വേർഡ് ഷിഫ്റ്റ് എന്നും ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്നും, അല്ലെങ്കിലോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുക അല്ലെ. മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാൻഡ് കൂടണം. ഡിമാൻഡ് കൂടണമെങ്കിൽ വില ഇതര ഘടകങ്ങളിൽ എങ്ങനെയാവണം, അനുകൂലമായ മാറ്റം വരണം. ഉണ്ടോ? വില ഇതര ഘടകങ്ങളുടെ, വിലയല്ലാത്ത ഘടകങ്ങളിലെ അനുകൂലമായ മാറ്റം മൂലം ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഷിഫ്റ്റിനെ പറയുന്ന പേരാണ് അപ്വേർഡ് ഷിഫ്റ്റ്. എന്താണ്? ദ favorable changes of the non-price factors
leads to increase the demand. The demand curve shift to right side. Demand curve അങ്ങോട്ട് shift ചെയ്യും, right side ലോട്ടാണ് shift ചെയ്യുക. അതാണ് upward shift എന്ന് പറയുന്നത്. നേരെ തിരിച്ച് വിലയിതര ഘടകങ്ങളിലെ പ്രതികൂലമായ മാറ്റമില്ല, അൺഫേവറബിൾ ആണെങ്കിൽ, അനുകൂലമല്ല, പ്രതികൂലമായ മാറ്റം മൂലമാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട്, ഇടത്തോട്ട് താഴോട്ടെന്ന് പറയാം, ലെഫ്റ്റ് സൈഡിലോട്ട് സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏത്? ഡൗൺവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡയഗ്രാം വരച്ച് കാണിക്കുകയാണ്. അതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത്? എന്താ നമ്മൾ എടുക്കുന്ന ടോപ്പിക്? എന്താ? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ ചേഞ്ചസ് രണ്ടെണ്ണം. ഒന്ന് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, വില മാറുന്നുണ്ടാകുന്ന മാറ്റം. രണ്ടാമത്തെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിന്റെ മലയാളം ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം. ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് വിലയല്ലാത്ത ഘടകങ്ങളിൽ ഉണ്ടാകുന്ന, വിലയിതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എന്താണ്? വിലയല്ലാത്ത വിലയിതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡ് ആവുന്ന മാറ്റമാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അത് രണ്ട് മാറ്റമുണ്ട്. ഒന്ന് ഇൻക്രീസ് ആവാം, കൂടാം, കുറയാം. കൂടുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. കൂടണമെങ്കിൽ കാരണം അനുകൂലമായ മാറ്റം വരണം, വരുമാനം കൂടണം, പലിശ കുറയണം, ഉണ്ടോ, ക്ലൈമറ്റ് അനുകൂലമായിട്ട് മാറണം, ജനസംഖ്യ കൂടണം, ബിസിനസ് കണ്ടീഷൻ നല്ല സ്റ്റേജ് ആവണം. ഇങ്ങനെ അനുകൂലമായ മാറ്റം മൂലം വില എന്താണ്? വിലയിതര ഘടകങ്ങളിലെ അനുകൂലമായ മാറ്റം മൂലം ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് വലതുവശത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് അപ്വേർഡ് ഷിഫ്റ്റ്. ഇനി വിലയിതര ഘടകങ്ങളിലെ പ്രതികൂലമായ മാറ്റം മൂലം, വിപരീത മാറ്റം മൂലം എന്താണ്? ബുദ്ധിമുട്ടുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടതുവശത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഡൗൺവേർഡ് ഷിഫ്റ്റ്. എഴുതിയെടുത്തോളൂ. ഡിമാൻഡ് കർവിന്റെ സ്ഥാനമാറ്റം വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം മൂലം ചോദനത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഡിമാൻഡിലുണ്ടാവുന്ന ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റത്തെ, ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവുന്ന മാറ്റത്തെ ഡിമാൻഡിന്റെ സ്ഥാനമാറ്റം എന്ന് പറയുന്നു. ഡിമാൻഡിന്റെ സ്ഥാനമാറ്റം എന്ന് പറയുന്നു. ഡിമാൻഡിന്റെ സ്ഥാനമാറ്റം എന്ന് പറയുന്നു. ഇതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ചോദന വർധനവ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള സ്ഥാനമാറ്റം, അപ്വേർഡ് ഷിഫ്റ്റ്. രണ്ടാമത് ചോദനത്തിലെ കുറവ് അല്ലെങ്കിൽ താഴോട്ടുള്ള സ്ഥാനമാറ്റം, ഡൗൺവേർഡ് ഷിഫ്റ്റ്. എഴുതിക്കോളൂ ഇംഗ്ലീഷ്. changes the demand curve, changes the demand due to changes the demand due to changes the non-price factors, changes demand due to changes the non-price factors, changes the non-price factors is known as shift in demand.
is a shift demand. It is classified into two. Increase in demands, അല്ലെങ്കിൽ upward shift. Increase in demands, upward shift. രണ്ടാമത്തത് decrease in demands, downward shift. Decrease in demands, downward shift. മലയാളത്തിൽ എഴുതാം. വിലയിതര ഘടകങ്ങളുടെ അനുകൂലമായ മാറ്റം മൂലം വിലയിതര ഘടകങ്ങളുടെ അനുകൂലമായ മാറ്റം മൂലം ഡിമാൻഡ് വർദ്ധിക്കുകയും ഡിമാൻഡ് വക്രം വലതുവശത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നതിന് ഡിമാൻഡിലെ വർധനവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. ബ്രാക്കറ്റ് കൊടുക്കുക. ചിത്രത്തിൽ D1 ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് പാരഗ്രാഫ്. വില ഇതര ഘടകങ്ങളുടെ ഇംഗ്ലീഷിൽ കുറച്ച് വിട്ടിട്ട് വരച്ചിട്ടോ. വില ഇതര ഘടകങ്ങളുടെ പ്രതികൂലമായ മാറ്റം മൂലം ഡിമാൻഡ് കുറയുകയും ഡിമാൻഡ് വക്രം ഇടതുവശത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ബ്രാക്കറ്റിൽ D2 സ്ഥാനമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡിമാൻഡിലെ കുറവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. മലയാളക്കാർ വരച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതാട്ടോ. The favorable changes of the quantity non-price factors favorable changes of non-price factors leads to increase the demands and demand curve shift to right side and demand shift to right side. Demand shift to right side. Demand shift to right side.
ബ്രാക്കറ്റിൽ ഇത് D1 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 D1. It is known as upward shift. 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 The other cases, the unfavorable changes of non-price factors. The unfavorable changes of non-price factors leads to decrease the demand. 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 And demand will shift to left side. And demand will shift to left side. Demand will shift to left side. Demand curve shift to left side. D2 bracket D2. It is known as downward shift. താഴെ കൊടുത്ത ചിത്രം ഇത് വിശദീകരിക്കുന്നു. താഴെ കൊടുത്ത ചിത്രം ഇത് കാണിക്കുന്നു. താഴെ കൊടുത്ത ചിത്രം ഇത് കാണിക്കുന്നു. It shows the below diagram. It shows the below diagram. വരച്ചെടുത്തപ്പോൾ OX ആക്ഷൻ ഡിമാൻഡ്, OY ആക്സിസ് പ്രൈസ്, അവിടെ DD, പിന്നെ D1 ആവുന്നു, അപ്പോൾ D2 D2. നോക്ക് ഇവിടെ ശ്രദ്ധിച്ച കണ്ടോ, ആദ്യം ഇതായിരുന്നു ഡിമാൻഡ് കർവ്, ഇതാണ് ഇത് ഡിമാൻഡ് കർവ്, ഇത് പ്രൈസ്, ഇത് ക്വാണ്ടിറ്റി അല്ലേ. ഇനി അനുകൂലമായ മാറ്റം വന്നു, ടേസ്റ്റ് കൂടി, വരുമാനം കൂടി, പലിശ കുറഞ്ഞു, ക്ലൈമറ്റ് കൂടി, പോപ്പുലേഷൻ കൂടി, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ആഘോഷങ്ങൾ വന്നു, ആചാരങ്ങൾ വന്നു, പല പരിപാടികൾ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ഡിമാൻഡ് കർവ് മുകളിലേക്ക് D1 ആയിട്ട് മുകളിലേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അതിനെ അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. കണ്ടോ, ക്വാണ്ടിറ്റി കൂടി Q1 ആയിട്ട്. ഇനി അതാണ് നേരെ തിരിച്ചു വരാം. നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല, മാർക്കറ്റ് ഡള്ളായി, കൊറോണ വന്നു, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു, സാമ്പത്തികപരമായിട്ട് അരാജകത്വം വന്നു, ഡിപ്രഷൻ വന്നു, പലിശ കൂടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെലവ് കുറയും, ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഡൗൺവേർഡ് ഷിഫ്റ്റ് D2. അവിടെ നമുക്ക് ക്വാണ്ടിറ്റി Q2 ആയിട്ട് കുറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ഷിഫ്റ്റ് ഡിമാൻഡ് കർവ്. നെക്സ്റ്റ് ഹെഡിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വരക്കൽ സ്റ്റോക്ക് ചെയ്തിട്ട് സ്റ്റേക്കാക്കി വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ മാനേജർ എക്കണോമിക്സ് പഠിക്കും കേട്ടോ. ഡിമാൻഡിന്റെ വില ഇലാസ്റ്റികത എന്താണ്? ഡിമാൻഡിന്റെ വില ഇലാസ്തികത. ഡിമാൻഡിന്റെ വില ഇലാസ്തികത എന്താണ്? ഡിമാൻഡിന്റെ വില ഇലാസ്തികത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇനിയുള്ള 2-3 വീഡിയോസിൽ നമ്മൾ ഈ ഭാഗങ്ങളായി എടുക്കുക. എന്താ ഇലാസ്തികത? ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും അല്ലെ, മാറും, വേണമെങ്കിൽ നീളും ചുരുങ്ങുമൊക്കെ ചെയ്യും അല്ലേ. നമ്മൾക്ക് വേണമെങ്കിൽ വലിക്കുമ്പോൾ ഇലാസ്റ്റിക് ഉണ്ടല്ലേ, വലിക്കുമ്പോൾ നീളും, വിട്ടാ ചുരുങ്ങും. അതേപോലെ തന്നെ പ്രൈസ് മാറുമ്പോൾ
ഡിമാൻഡിനെ ബാധിക്കുന്നതാണ് ഇലാസ്തികത. പ്രൈസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ എന്ത് മാറ്റം വന്നു? ഇപ്പൊ 10 രൂപ വിലയുള്ള ഒരു സാധനം, അതിന്റെ ഡിമാൻഡ് 100 ആയിരുന്നു. ഇത് 9 ആയാൽ 10% കുറഞ്ഞില്ലേ? 10% കുറഞ്ഞില്ലേ? 9 ആവുമ്പോൾ ഇവിടെ കൂടുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡിമാൻഡ് കൂടും. എത്ര കണ്ട് കൂടുന്നു? ഇവിടെ 10% കുറഞ്ഞപ്പോ ഇവിടെ എത്ര ശതമാനം കൂടി? അപ്പൊ വിലയിൽ വന്ന മാറ്റത്തിന് പകരമായിട്ട്, അതിന് പ്രതികാരമായിട്ട്, അതിന് ബദലായിട്ട് ഡിമാൻഡിൽ വന്ന മാറ്റമാണ് ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വിലയിലുണ്ടാകുന്ന ഇൻകം ഇലാസ്റ്റിസിറ്റി ഒക്കെ വേറെ പഠിക്കും. ഇവിടെ വില ഇലാസ്തികതയാണ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് പകരമായിട്ട്, അതിന് പ്രതികരണമായിട്ട്, അതിന് ബദലായിട്ട് ഡിമാൻഡ് ആവുന്ന മാറ്റമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ആരെ ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ് ഈ കൺസെപ്റ്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. നോക്ക്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിന്റെ വില ഇലാസ്തികത എന്താണ്? ആരാ കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് പകരമായി, ഓക്കെ, വില മാറുന്നതിനനുസരിച്ച് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് പകരമായിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ക്ലിയർ ആയോ? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് അളവ്, ഡിഗ്രി ഓഫ് ദി റെസ്പോൺസീവ്നെസ്. റെസ്പോണ്ട് ചെയ്യാൻ എന്താ? പ്രതികരിക്കുക. ഡിഗ്രി ഓഫ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് പ്രൈസ്. കണ്ടോ? വിലയിലുണ്ടാവുന്ന മാറ്റത്തിലൂടെ അതിന്റെ ഫലമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുന്ന, ഡിമാൻഡിന്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് എന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഉദാഹരണം ഫോർ എക്സാമ്പിൾ പറയണേ, നമ്മൾ 10 രൂപയുടെ സോപ്പ് എല്ലാ മാസത്തിലും 3 വാങ്ങാറുണ്ട്. 10 രൂപയുടെ സോപ്പ് എല്ലാ മാസവും 3 വാങ്ങാറുണ്ട്. ഈ 10 രൂപ വിലയുള്ള സോപ്പിന്റെ വില 5 കുറഞ്ഞു. ഇവിടെ 50% വില കുറഞ്ഞു. നമ്മൾ കൂടുതൽ വാങ്ങൂലേ? നമ്മളെ വാങ്ങല് എത്രയായി? വാങ്ങലിൽ വന്ന മാറ്റം എത്രയാണ്? 4 ആയത്, 5 ആയത്, 6 ആയത്? എന്ത് മാറ്റമാണ് ഡിമാൻഡിൽ വന്നത്? 10 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് 3 വാങ്ങിയിരുന്ന നമ്മൾ 5 രൂപയായിട്ട് വില കുറഞ്ഞപ്പോൾ നമ്മുടെ അളവിൽ എന്ത് മാറ്റം വന്നു? എത്ര അളവ് കൂട്ടി? എത്ര കൂടുതൽ എന്നുള്ള കാര്യം സംശയമില്ല. എത്രയാണ് വർദ്ധിച്ചത്? ആ മാറ്റത്തെ പറയുന്ന പേരാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ വില ഇലാസ്തികത എന്ന് പറയും. ഇതിനെ EP എന്ന സിംബൽ കൊണ്ടാണ് സൂചിപ്പിക്കുക. സ്മോൾ ലെറ്റർ EP എന്ന സിംബൽ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. EP എന്ന സിംബൽ കൊണ്ടാണ്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ലെവൽ. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് പകരമായിട്ട്, അതിന് പ്രതികാരമായിട്ട്, അതിനെതിരായിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റം, ഡിമാൻഡ് വരുന്ന മാറ്റത്തിൻ്റെ ആനുപാതത്തെ പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അവിടെ നമ്മൾക്കറിയാം, ഇത് ഈ കൺസെപ്റ്റ് EP, സ്മോൾ ലെറ്റർ EP, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന സിംബൽ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. എഴുതിയെടുത്തോളൂ. വളരെ പ്രധാനപ്പെട്ടതാണ് വില ഇലാസ്തികത, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. It was introduced by Alfred Marshall. It was introduced by Alfred Marshall. ഈ ആശയം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഈ ആശയം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഈ ആശയം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. It is the degree of the responsiveness of quantity demands to change its price.
to change its prices, to change its prices. The degree of the responsiveness of quantity demand to change its price. വിലയിലുണ്ടാവുന്ന മാറ്റത്തിന് പകരമായി ഡിമാൻഡ് ഉണ്ടാവുന്ന മാറ്റത്തെ വിലയിലുണ്ടാവുന്ന മാറ്റത്തിന് പകരമായി ഡിമാൻഡ് ഉണ്ടാവുന്ന മാറ്റത്തെ വിലയിലാസ്തികത എന്ന് പറയുന്നു. വിലയിലാസ്തികത എന്ന് പറയുന്നു. വിലയിലുണ്ടാവുന്ന മാറ്റത്തിന്റെ ആനുപാതമായി വിലയിലുണ്ടാവുന്ന മാറ്റത്തിന്റെ ആനുപാതമായി ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റത്തിന്റെ അനുപാതത്തെ വിലയിലാസ്തികത എന്ന് പറയുന്നു. ഇതിനെ EP കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. The proportionate changes quantity demands. The proportionate changes the quantity demands. The proportionate changes the quantity demands to proportionate changes the price. To proportionate changes the price. It is denoted by EP. Denoted. It is denoted by EP. അപ്പോൾ എന്താണ് വിലയിലാസ്തികത? വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് പകരമായി അതിന് പ്രതികരണമായിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് വിലയിലാസ്തികത എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? EP എന്ന സിംബൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് കൂടിയെന്നല്ല ആണോ. ഇവിടെ 19 ഇവിടെ 101 കൂടിയെന്നല്ല ആണോ. ഇവിടെ വന്ന മാറ്റത്തിന്റെ അനുപാതം എത്രയാണ്? ഇവിടെ എത്ര അനുപാതമാണ് മാറിയത്? എത്ര റേഷ്യോ ആണ് മാറിയത്? ആ റേഷ്യോയിലാണ് പറയുന്നത് കേട്ടോ, അനുപാതത്തിലാണ് പറയുന്നത് അല്ലെ. ഇപ്പോ ഒരു രൂപയുടെ തീപ്പെട്ടി 100 വിൽക്കാറുണ്ട്. ഇത് 50 പൈസയായി കുറഞ്ഞു. നമുക്ക് എത്രയാ? 50% കുറഞ്ഞു. ഇങ്ങനെ 50% കുറഞ്ഞപ്പോ ഇവിടെ 50 പൈസ കുറഞ്ഞല്ല, അല്ലെങ്കിൽ അര യൂണിറ്റ് കുറഞ്ഞല്ല. ഇവിടെ എത്ര ശതമാനമാണ്? ആനുപാതികമായ മാറ്റമാണ്. ഇവിടെ ഇത്ര കുറഞ്ഞപ്പോ അപ്പുറത്തെ എത്ര അനുപാതം മാറ്റം വന്നു. അതിനെ പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ വിലയിലാസ്തിക ചോദനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ടു ചേഞ്ചസ് ദ പ്രൈസ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. Degrees of price elasticity of demand. Degrees of price elasticity of demand. വില ഇലാസ്തികതയുടെ അളവുകൾ, തീവ്രത അളവുകൾ. ഡിഗ്രീസ് വില ഇലാസ്തികതയുടെ അളവുകൾ 5 അളവുകളുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പഠിക്കും. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ് ബീം ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ് ഇലാസ്റ്റിക് ഡിമാൻഡ്,
റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഷിഫ്റ്റ് ഡിമാൻഡ് കണ്ടു. വില ഇതര ഘടകങ്ങളിലുണ്ടാവുന്ന മാറ്റം മൂലം ഡിമാൻഡ് ആവുന്ന മാറ്റമാണ് ഷിഫ്റ്റ് ഡിമാൻഡ്. അതിൽ നമ്മൾ 2 തരം ഷിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടു. ഏതൊക്കെയാണ്? 2 തരം ഷിഫ്റ്റ്? ഒന്ന് കണ്ടു ഇൻക്രീസിങ് ആണ്, മറ്റത് ഡിക്രീസിങ് ആണ് അല്ലേ. ഇൻക്രീസിങ് ഷിഫ്റ്റ് ഉണ്ട്, അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ട്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായിട്ട് വരാം. അതുവരേക്ക് ബൈ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ശരി.